ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെയോ അല്ലെങ്കിൽ കട്ടൻ ചായയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒണിയൻ പക്കോടയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാൻ 4 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിരുന്നത്. അത് നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് തിരുമ്മിയെടുക്കണം. അതായത് ഈ സവാളയുടെ പീസസ് എല്ലാം നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയാണത് ചെയ്യുന്നത്. അങ്ങനെ ഉടച്ചെടുക്കുമ്പോൾ അത് നന്നായിട്ട് സോഫ്റ്റ് ആവും. അങ്ങനെ 10 മിനിറ്റ് അതൊന്ന് മാറ്റി വെക്കേണ്ടതുണ്ട്. അതിനുശേഷം നല്ല ഉടച്ചെടുത്ത സവാളയിലേക്ക് അല്പം ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് കറിവേപ്പില, അല്പം മല്ലിയില ഇത്രയും ചേർത്ത് നന്നായിട്ട് തിരുമ്മിയെടുക്കണം. ഇതിൽ മല്ലിയില ചേർക്കുമ്പോൾ ഈ ഒണിയൻ പക്കോടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് കടലമാവും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ആവശ്യമായിട്ടുണ്ട്. അരിപ്പൊടി നിങ്ങൾക്ക് വറുത്തതോ വറുക്കാത്തതോ ആയ അരിപ്പൊടി എടുക്കാവുന്നതാണ്. അരിപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ ഒണിയൻ പക്കോടയ്ക്ക് നല്ലൊരു ക്രിസ്പിനെസ് ഫീൽ ചെയ്യും. അതിന് വേണ്ടിയാണ് ചേർക്കുന്നത്. നിങ്ങളിങ്ങനെ യോജിപ്പിച്ചെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശം കുറവാണെങ്കിൽ അല്പം വെള്ളം തളിച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നന്നായിട്ട് എല്ലാം കൂടെ യോജിപ്പിച്ച് വെക്കണം. യോജിപ്പിച്ചതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് കുറേശ്ശെ കൂട്ടിട്ട് നന്നായിട്ട് മുരിയുന്നത് വരെ വറുത്തെടുക്കുക. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഒണിയൻ പക്കോട റെഡി.